നമസ്കാരം. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ രണ്ട് ഫണ്ടുകൾ കാണിക്കുന്നുണ്ട്. ഒന്ന് ഡയറക്റ്റ് ഫണ്ട്, രണ്ട് റെഗുലർ ഫണ്ട്. അപ്പം തന്നെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, ഇതിലേതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു മേഖലയാണ് ഡയറക്റ്റ് ആൻഡ് ഗ്രോത്ത് ഫണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഈ ഒരു കോംപ്ലക്സിറ്റി വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ സിയാദ് ഇല്ലിക്കൽ. നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ആളുകൾ ഡയറക്റ്റായിട്ട് ഓരോ സ്റ്റോക്കുകളിൽ ബൈ നടത്തുന്നുണ്ട്, അതല്ലെങ്കിൽ സെല്ല് നടത്തുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ ചിന്തയും തീരുമാനങ്ങളുമാണ് നടപ്പിലാകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്കില്ലാണ് അദ്ദേഹത്തിന് പ്രോഫിറ്റ് നേടി കൊടുക്കുന്നത്. ഇതൊന്നും അറിയാത്ത ഒരു സാധാരണ വ്യക്തി, എന്നാൽ അദ്ദേഹത്തിന് സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ നിക്ഷേപിക്കുക. മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ ഇത്തരത്തിൽ ഒരുപാട് ഫണ്ടുകൾ ഇങ്ങനെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് പ്രയോജനം? ജനങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. പക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, എന്നാൽ അവർക്കത് അറിയില്ല. ആ ഒരു പെർസ്പെക്റ്റീവിലാണ് അവർ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് എന്ത് കിട്ടി? ഒരുപാട് ഫണ്ടുകൾ കിട്ടി. ആരുടെ അടുത്തുനിന്ന്? ജനങ്ങളുടെ അടുത്തുനിന്ന് ഫണ്ടുകൾ കിട്ടി. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഈ ഫണ്ട് മാനേജർ നടത്തുന്ന പഠനത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തും. ഈ നിക്ഷേപം നടത്തുമ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിന് ഒരു ചെലവ് വരുന്നുണ്ട്. അതിന് നമ്മൾ എക്സ്പെൻസ് റേഷ്യോ എന്നാണ് പറയുന്നത്. ഈ എക്സ്പെൻസ് റേഷ്യോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മളിൽ നിന്നാണ് അവർ ഈടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി ഫണ്ട് മാനേജർ സ്റ്റോക്കുകൾ നിക്ഷേപിക്കും. ആ സ്റ്റോക്കുകളിലെ റിട്ടേൺ നമുക്ക് കിട്ടും. ഈ ഒരു പ്രോസസ്സൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ചാർജ് ഈടാക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് ഏറെക്കുറെ എല്ലാ ആളുകൾക്കും അറിയാം. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ടുള്ള ഈ ഒരു ഡയറക്റ്റ് പ്ലാനും അതല്ലെങ്കിൽ ഈ ഒരു റെഗുലർ പ്ലാനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിക്കാം. അതായത് ഇവിടെ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഒരുപാടുണ്ടല്ലോ അല്ലേ? ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് ഒരാൾ ചെയ്യണം. എന്നാൽ ഒരു വ്യക്തിക്ക് ഇതൊന്നും തന്നെ അറിയില്ല. ഇതിൻ്റെ ABCD അറിയില്ല. ഏത് മ്യൂച്വൽ ഫണ്ടിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നറിയില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്നതാണ് റെഗുലർ പ്ലാൻ. അപ്പോൾ റെഗുലർ പ്ലാനിൽ എന്താണ്? റെഗുലർ പ്ലാനിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വേറൊരു വ്യക്തിയും കൂടി വരികയാണ്. ഈ ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ അക്കൗണ്ട് ഓപ്പണിങ്ങും അതല്ലെങ്കിൽ മറ്റുള്ള KYC പ്രൊസീജിയേഴ്സും എല്ലാം തന്നെ നടത്തുന്നവരാണ് ഈ ഒരു ഏജൻ്റാണ് നടത്തുന്നത്. അത്തരത്തിൽ ഒരു ഏജൻറ്റ് മുഖാന്തരം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ റെഗുലർ പ്ലാൻ എന്ന് പറയുന്നത്. റെഗുലർ പ്ലാൻ. അപ്പോൾ റെഗുലർ പ്ലാനിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ഏജൻറ്റ് മുഖാന്തരമായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. സ്വാഭാവികമായിട്ട് അപ്പോൾ ഏജൻറ്റിന് ചെറിയൊരു കമ്മീഷൻ പോകും. അവിടെ നമുക്ക് എന്ത് സംഭവിക്കും? എക്സ്പെൻസ് റേഷ്യോ കൂടും. കാരണം എക്സ്പെൻസ് റേഷ്യോ ഓൾറെഡി തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അവിടുത്തെ ഫണ്ട് മാനേജറിന്. ഇനി ഇവിടെയും നമുക്ക് പോകും, ഏജൻറ്റിൻ്റെ ആ ഒരു കമ്മീഷനും പോകും, കൂടാതെ തന്നെ മ്യൂച്വൽ ഫണ്ടിലെ ഒരു എക്സ്പെൻസും പോകും. എന്നാലോ ഇതൊന്നും അറിയാത്ത ആൾക്ക് ഈ ഒരു സഹായം കൂടിയേ തീരൂ. അത്തരത്തിലുള്ള ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകൾ ഏത് വഴിയാണ് പോകുന്നത്? ഏജൻറ്റ് വഴി റെഗുലർ പ്ലാനിൽ പോകുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം വലിയൊരു ഫണ്ടൊക്കെ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല. അപ്പോൾ ഒരു ഏജൻറ്റിൻ്റെ സഹായം തേടാം. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ അറിയാം. അറ്റ്ലീസ്റ്റ് മ്യൂച്വൽ ഫണ്ട് കമ്പനീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയാം. എന്നാൽ ഈ മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വലിയ പരിചയമില്ല എങ്കിൽ അവർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡയറക്റ്റ് പ്ലാൻ. ഡയറക്റ്റ് പ്ലാനിൽ എന്താണ്? ഈ ഒരു ഏജൻറ്റിൻ്റെ സഹായമില്ല. നമ്മൾ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിൽ നേരിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അവിടെയും എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്, പക്ഷേ ഏജൻറ്റിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ഇല്ല. അപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ എന്താ ഒരു വ്യത്യാസം? ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ABC എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് രണ്ട് ടൈപ്പ് ഉണ്ടാവും. ഒന്ന് എന്താണ്? ഡയറക്റ്റ് പ്ലാൻ. രണ്ടെന്താണ്? റെഗുലർ പ്ലാൻ. അപ്പോൾ ഡയറക്റ്റ് പ്ലാനിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞിരിക്കും.
റെഗുലർ പ്ലാനിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കൂടിയിരിക്കും. കാരണം എന്താ, റെഗുലർ പ്ലാനിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ മീറ്റ് ചെയ്യണം, ഏജൻറ്റിൻ്റെയും എക്സ്പെൻസ് റേഷ്യോ മീറ്റ് ചെയ്യണം. ഇതിൽ ഏതാണ് നല്ലത് എന്നുള്ളത് ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ തന്നെയാണ് തീരുമാനിക്കപ്പെടേണ്ടത്. നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മളെ സർവോദയോ അപ്സ്റ്റോക്കോ അല്ലെങ്കിൽ നിങ്ങളെ ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോം വഴി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ നേരെ അത് ആ ഒരു വഴി ഡയറക്റ്റ് പ്ലാൻ ചൂസ് ചെയ്യുക. ഇതൊന്നും തന്നെ അറിയില്ല, KYC അറിയില്ല, മറ്റുള്ള ഒരു കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിൽ, ഒരു ഏജൻറ്റിൻ്റെ സഹായം തേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ റെഗുലർ പ്ലാൻ ചൂസ് ചെയ്യാം. അതായത് നമ്മൾ ഒരു ബ്രോക്കറെ ചൂസ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കർ ഉണ്ട്, സർവീസ് ബ്രോക്കർ ഉണ്ടല്ലേ. ഡിസ്കൗണ്ട് ബ്രോക്കർ എന്താണ്, നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാനും അറിയാം. നമുക്ക് ഈ ഒരു ബ്രോക്കറുടെ സഹായം ഏറെക്കുറെ നമുക്ക് വേണ്ട. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു ടിക്കറ്റ് റൈസ് ചെയ്യാനായിട്ട് അറിയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിക്കാൻ അറിയാമെങ്കിൽ അവിടെ എന്താണ്, നമുക്ക് ഡിസ്കൗണ്ട് ബ്രോക്കറെ ചൂസ് ചെയ്യാം, ചിലവ് കുറഞ്ഞിരിക്കും. മറ്റേത് എന്താണ്, സർവീസ് ബ്രോക്കർ ആകുമ്പോഴോ നമുക്ക് മലയാളത്തിലും പ്രാദേശിക ഭാഷയിലൊക്കെ സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിൽ സർവീസ് വേണമെങ്കിൽ മാത്രം ഈ ഒരു സർവീസ് ബ്രോക്കറെ ചൂസ് ചെയ്യാം. ഇവിടെയും നമ്മളാണ് തീരുമാനിക്കപ്പെടേണ്ടത് ഏത് സർവീസാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ രണ്ട് പ്രൊഡക്റ്റുകൾ എപ്പോഴും ഉണ്ട് അല്ലേ, നമ്മളുടെ താല്പര്യം അനുസരിച്ചാണ് ഈ ഒരു പ്രൊഡക്റ്റുകൾ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ റെഗുലർ പ്ലാനും ഡയറക്റ്റ് പ്ലാനും ഇതിനെക്കുറിച്ചിട്ടുള്ള സംശയം മാറി എന്ന് കരുതുന്നു. അപ്പോൾ ബ്രോക്കറിനും അതുപോലെ തന്നെയുള്ള 2 ബ്രോക്കറുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറായിട്ടുള്ള അപ്സ്റ്റോക്കിൽ ഇത്തരത്തിലുള്ള ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് പിൻ ചെയ്യാം. ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിങ്ങും ഇൻട്രാഡേ എല്ലാം തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്റ്റ് പ്ലാനും റെഗുലർ പ്ലാനും ആയിരുന്നു. അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.